वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयति गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। ഹരേ കൃഷ്ണ. ഓം തത്സത്. ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് കർമ്മയോഗം എന്നാണ്. രണ്ടാമത്തെ അധ്യായം എത്രത്തോളം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മൂന്നാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാര്യം രണ്ടാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളെ അത് വെച്ചുകൊണ്ട് അർജുനൻ ചോദിക്കുന്ന സംശയങ്ങൾ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഊന്നിക്കൊണ്ട് ഭഗവാൻ പറയുന്ന ഉത്തരങ്ങൾ, ഇതാണ് ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായം വരുന്നത്. അപ്പം ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ ശ്രേഷ്ഠമായ സാത്വിക ഭാവത്തിൽ നിന്നുകൊണ്ട് കുറേ സംശയങ്ങൾ ചോദിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തില് ആദ്യത്തെ അധ്യായത്തില് രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ, മൂന്ന് കഥാപാത്രങ്ങളെ സംസാരിക്കുന്നുള്ളൂ. ഒന്ന് ധൃതരാഷ്ട്ര, രണ്ട് ധൃതരാഷ്ട്രയുടെ സെക്രട്ടറി, മൂന്ന് അർജുനൻ. അപ്പം ധൃതരാഷ്ട്ര, സഞ്ജയൻ, അർജുനൻ, ഈ മൂന്ന് കഥാപാത്രങ്ങളെ ആദ്യത്തെ അധ്യായത്തിൽ സംസാരിക്കുന്നുള്ളൂ. രണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പം ഭഗവാൻ സംസാരിച്ച് തുടങ്ങും. രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ ഉവാച. അപ്പൊ അവിടെ ആണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്, മറ്റൊരിടത്തും കാണാത്ത ഒരു വാക്ക് നമ്മൾ ഭഗവത്ഗീതയിൽ കണ്ടു. എന്താണ് കാണുന്നത്? ഭഗവാൻ. വേറെ ഒരു ഗ്രന്ഥങ്ങളിലും, വേറെ ഒരു പുരാണങ്ങളിലും, വേറെ ഒരു ഉപനിഷത്തുക്കളിലും ഈ ഒരു വേട് കൃഷ്ണന്റെ അടുത്തല്ലാതെ ഈ ഒരു ഭഗവാൻ എന്നൊരു വേട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അതിനെപ്പറ്റി ഒരു അനലൈസിങ് വന്നു. അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു തുടങ്ങി. അർജുനനെ അന്നേരം എൻകറേജ് ചെയ്യുകയാണ്. വളരെ എന്താ പറയുന്നത്, ആവശ്യമാണ്. അർജുനെ സംബന്ധിച്ചിടത്തോളം, അർജുനന്റെ ഗുണത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അനുകമ്പ ആവശ്യമാണ്. ആ അനുകമ്പയിൽ നിന്ന്, ആ ഒരു സെന്റിമെന്റ്സിൽ നിന്ന് പിടിച്ചു ഉയർത്തി എഴുന്നേൽപ്പിക്കുകയാണ് അർജുനൻ. നമ്മുടെ ജീവിതത്തിലും ഭഗവത്ഗീത വായിക്കുമ്പം ഇതാണ് സംഭവിക്കുന്നത്. നമ്മളെ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നും ധൈര്യപ്പെടുത്തിക്കൊണ്ട്, നിനക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, കാര്യം നീ പ്രയാസമുള്ളിടത്താണ് നിൽക്കുന്നത്, നീ ചെളിയിലാണ് നിൽക്കുന്നത്, പക്ഷെ ആ ചെളിയിൽ നിന്ന് തെളിവെള്ളത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ ഭഗവത്ഗീത നമ്മളെ സഹായിക്കും. അതാണ്. അങ്ങനെ എത്രാമത്തെ ശ്ലോകമാകുമ്പോഴാണ് സറണ്ടർ ആവുന്നത്? അർജുനൻ ഭഗവാനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. പിന്നെ ആ കാര്യങ്ങൾ അങ്ങനെ പോയി. ഓക്കെ, നേരെ മൂന്നാമത്തെ. അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സാഖ്യയോഗം പറയുന്നു, കർമ്മയോഗം പറയുന്നു, ജ്ഞാനയോഗം പറയുന്നു, ബുദ്ധിയോഗം പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ഇതെല്ലാം അർജുനൻ കേട്ടിട്ട് കൺഫ്യൂസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് ചോദിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്, ഒരു അനലിറ്റിക്കൽ സ്റ്റഡി. സാഖ്യയോഗം എന്ന് പറയുമ്പോൾ ഒരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് നമ്മൾ 1, 2, 3 1ഉം 2ഉം നമ്മൾ വായിച്ചു പോകും. ഭഗവാന്റെ ശ്ലോകത്തിൽ നമ്മൾ ഒന്ന് ഹോൾഡ് ആവും. ഹരേ കൃഷ്ണ. അർജുന ഉവാച. റിപ്പീറ്റ് ചെയ്യാം. അർജുന ഉവാച. ജായസി ചേത് കർമ്മണസ്തേ, ജായസി ചേത് കർമ്മണസ്തേ, മതാ ബുദ്ധിർജനാർദ്ദന, മതാ ബുദ്ധിർജനാർദ്ദന,
തത്കിം കർമ്മണി ഘോരേ മാം തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. നിയോജയസി കേശവ. അർജുന ഉവാച അർജുന ഉവാച ജായസി ചിത് കർമ്മണസ്തേ ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. നിയോജയസി കേശവ. ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദ കീ ജയ്. അർജുന ഉവാച അർജുനൻ പറഞ്ഞു ജനാർദ്ദന ഹേ ജനാർദ്ദന കേശവ കേശവ കർമ്മണ ഫലോദിഷ്ട കർമ്മത്തേക്കാൾ ബുദ്ധി ബുദ്ധി ജായസി ശ്രേഷ്ഠതരമാണെന്ന് തേ നിന്തിരുവടിക്ക് മതാചിത് അഭിപ്രായമാണെങ്കിൽ തത് അതുമൂലം മാം എന്നെ ഘോരേ ഘോരമായ കർമ്മണി കർമ്മത്തിൽ കിം നിയോജയസി എന്തിന് നിയോഗിക്കുന്നു. അർജുനൻ പറഞ്ഞു ഹേ ജനാർദ്ദന അല്ലയോ കേശവ ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്. ഇതിന്റെ ശ്ലോകം ഒന്നുകൂടി ജയപ്രകാശ് പ്രഭു വായിച്ചിട്ട് വിവർത്തനവും ഭാവാർത്ഥവും കൂടെ ഒന്ന് വായിച്ചാട്ടെ. ശ്രീകൃഷ്ണ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജസി കേശവ. വിവർത്തനം ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാഖി ജയ. അർജുനൻ പറഞ്ഞു ഹേ ജനാർദ്ദന അല്ലയോ കേശവ ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്. ഭാവാർത്ഥം ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഭൗതികമായ ദുഃഖക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ ആത്മാവിന്റെ സ്വഭാവത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുകയും സാക്ഷാത്കാരത്തിന്റെ മാർഗമെന്ന നിലയിൽ ബുദ്ധിയോഗത്തെ അഥവാ കൃഷ്ണാവബോധത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഈ കൃഷ്ണാവബോധം ചിലപ്പോൾ നിഷ്ക്രിയത്വം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അങ്ങനെ തെറ്റിദ്ധരിച്ചവർ ഒറ്റയ്ക്കൊരിടത്ത് ഒതുങ്ങിക്കൂടി ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമോച്ചാരണം കൊണ്ട് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത വരുത്താൻ തുനിഞ്ഞേക്കാം. എന്നാൽ ഈ തത്വശാസ്ത്രത്തിൽ തികച്ചും പരിശീലനം നേടുന്നതിന് മുമ്പ് വിജനസ്ഥലത്തിരുന്ന് കൃഷ്ണന്റെ തിരുനാമം ഉച്ചരിക്കുന്നത് യുക്തമല്ല. അജ്ഞരായ സാമാന്യ ജനങ്ങളുടെ വില കുറഞ്ഞ ആദരവ് ആർജിക്കാനേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ. കൃഷ്ണാവബോധം ബുദ്ധിയോഗം അഥവാ ആത്മീയ ജ്ഞാനാർജന പുരോഗതിക്കുള്ള ബുദ്ധി എന്നത് കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഏകാന്തതയിലെ തപശ്ചര്യവുമാണെന്ന ധാരണ അർജുനനുണ്ടായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധത്തെ ഒരൊഴികഴിവാക്കി യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് സൂത്രത്തിൽ പിന്മാറണമെന്നുണ്ടായിരുന്നു. എങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പ്രശ്നത്തെ തൻ്റെ ഗുരുവിന്റെ മുൻപാകെ അവതരിപ്പിക്കുകയും ഏറ്റവും നല്ല പ്രവൃത്തി എന്തെന്നാരായുകയും ചെയ്തു. ശ്രീ ഭഗവാനാകട്ടെ മറുപടിയായി കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെ പറ്റി ഈ 3-ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു. ചുരുക്കി പറഞ്ഞാല് എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയാം, പെട്ടെന്ന് മനസ്സിലാവും. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് ചടഞ്ഞുകൂടി ഇരുന്നിട്ട് നാമം ജപിച്ച് അങ്ങ് ഇരിക്കുക എന്നുള്ളതല്ല. അതായത് ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസന്റെ റോളല്ല കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് ഭഗവാനെ മനസ്സിലാക്കുകയും ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ബോധം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് കൃഷ്ണാവബോധം. 2-ാമത്തെ ശ്ലോകം കൂടെ നമുക്ക് വായിക്കാം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ
बुद्धिं मोहय शिव मे തദേഹം വദ നിശ്ചിത്യ तदेकं वद निश्चित्य യേന ശ്രേയോ അഹം ആപ്നുയാം येन श्रेयो अहम् आप्नुयाम् വ്യാമിശ്രേണേവ വാക്യേന व्यामिश्रेणेव वाक्येन ബുദ്ധിം മോഹയസീവ മേ बुद्धिं मोह शिव मे തദേഹം വദ നിശ്ചിത്യ तदेकं वद निश्चित्य യേന ശ്രേയോ അഹമാപ്നുയാം येन श्रेयो अहमाप्नुयाम् വ്യാമിശ്രേണേവ ഇവ ദ്വയാർത്ഥമെന്ന് തോന്നുന്ന വാക്യേന വാക്യം കൊണ്ട് മേ ബുദ്ധിം എന്റെ ബുദ്ധിയെ മോഹയസീവ അങ്ങ് മോഹിപ്പിക്കുന്നുവെന്ന് തോന്നുന്നു ഏന യാതൊന്നുകൊണ്ട് അഹം ഞാൻ ശ്രേയക ശ്രേയസിനെ ആപ്നുയാം പ്രാപിക്കും തത് ഏകം ആ ഒന്നിനെ നിശ്ചിത്യ നിശ്ചയിച്ചിട്ട് വധ പറഞ്ഞു തന്നാലും ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായത് എന്തെന്ന് തീർത്ത് പറഞ്ഞു തരും. ഇതിന്റെ ശ്ലോകവും വിവർത്തനവും ഭാവാർത്ഥവും ഒന്നുകൂടി വായിച്ചിട്ട് സുശീം പ്രഭു ഒന്ന് വായിക്കും. മ്യൂട്ടാണ് സുശീം പ്രഭു, മ്യൂട്ടാണ്. മ്യൂട്ടാണ് പ്രഭു, മ്യൂട്ടാണ് പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോ അഹമാപ്നുയാം. ദ്വയാർത്ഥമുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായതെന്തെന്ന് തീർത്ത് പറഞ്ഞു തരൂ. ഭാവാർത്ഥം ശീല പ്രഭുപാദർ കി. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവത്ഗീതയ്ക്ക് ആമുഖമായി സാഖ്യയോഗം, ബുദ്ധിയോഗം, ബുദ്ധി കൊണ്ട് ചെയ്യാവുന്ന ഇന്ദ്രിയ നിയന്ത്രണം, ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മം, പ്രാരംഭകന്റെ നില എന്നീ വിവിധ വിഷയങ്ങൾ അടുക്കും ചിട്ടയും കൂടാതെ വിവരിക്കപ്പെട്ടു. അവ ഉൾക്കൊള്ളുവാനും പ്രവൃത്തിയിൽ വരുത്തുവാനും കുറെ കൂടി ക്രമീകൃതമായ ഒരു രൂപരേഖ ആവശ്യമാണ്. ഒരു സാധാരണ മനുഷ്യനും തെറ്റായ വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കാവുന്ന വിധത്തിൽ പ്രഥമ ദൃഷ്ട്യ കൂടിപ്പിണഞ്ഞു കിടക്കുന്ന വിഷയങ്ങളുടെ ഇഴ പിരിച്ചെടുക്കുവാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണൻ തന്റെ വാഗ്ജാലങ്ങൾ കൊണ്ട് അർജുനനെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ പ്രവൃത്തി മാർഗേണയോ നിവൃത്തി മാർഗേണയോ കൃഷ്ണാവബോധ പ്രക്രിയയെ ഉൾക്കൊള്ളുവാൻ അർജുനന് കഴിഞ്ഞില്ല. ഒരു വിധത്തിൽ ഭഗവത്ഗീതയുടെ രഹസ്യമറിയാൻ ഔത്സുക്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി തന്റെ ചോദ്യങ്ങളിലൂടെ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെയാണ് ഒരു ഗുരുവിനെ സമീപിക്കുന്നതിന്റെ പ്രസക്തി വന്നിരിക്കുന്നത്. അർജുനന് പോലും സംശയമായി, കൺഫ്യൂഷനായി. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും കിടക്കുകയാണ്. ഇതിനിടയ്ക്ക് ശിവപ്രിയാജി ഭഗവത്ഗീത ഇല്ലല്ലോ കയ്യിൽ, എനിക്കറിയാം. അപ്പം ഞാൻ എത്തിക്കാം കേട്ടോ, ഞാൻ വിളിക്കാം, ഞാൻ എത്തിക്കാം. മലയാളമോ ഇംഗ്ലീഷോ വേണ്ടത്? മലയാളം മതി. എത്തിക്കാം. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഭഗവത്ഗീതയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ അപകടകരമാണ്. എന്താ ആമി അച്ഛൻ എത്തി നോക്കുന്നത്? അടുത്തൊന്നിരിക്കാൻ പറയൂ. ഹരേ കൃഷ്ണ. ഓക്കെ, അടുത്ത് വന്നിരിക്കൂ. മുട്ടയടിച്ചോ? ഓക്കെ, പറഞ്ഞത് കൊള്ളാം. ഹരേ കൃഷ്ണ. ഒരു ചന്ദനം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്വാമിയുടെ സ്റ്റൈൽ വരും. ഹരേ കൃഷ്ണ. ഓക്കെ, പറഞ്ഞു വന്നത്, നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വേണം
നമ്മൾ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാനെ പറ്റി എവിടെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ പോകുമ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് വേണം, ആലോചിച്ചിട്ട് വേണം. കാര്യം പലരും ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കാതെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശാസ്ത്രങ്ങൾ, പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ട നമ്മുടെ മുന്നിലുള്ള വെളിപ്പെട്ട ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഭാഗവതം, ഭഗവത്ഗീത, രാമായണം, ഈ 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഈ വെളിപ്പെട്ട ശാസ്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരാള് വലിയ തത്വജ്ഞാന പണ്ഡിതനായിട്ട് വന്നിട്ട് വേദങ്ങളെ കുറിച്ച് വിളമ്പിക്കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്മെന്റിലാകും. അവസാനം ഉള്ള ഭക്തി കൂടി ഇല്ലാതെ വരും, വീട്ടിൽ നിലവിളക്ക് കൂടി കൊടുത്തിട്ടില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു വലിയ തത്വപ്രധാനമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, വേദങ്ങളെ പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. അവര് ഫിലോസഫിക്കൽ ഒരുപാട് അങ്ങ് പറഞ്ഞു കളയും. സുഷുമ്നാവസ്ഥ, ഉറക്കം, ഉറക്കത്തിലുള്ള സ്വപ്നം, സുഷുമ്ന, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് എന്താണ് ഇതുകൊണ്ടൊക്കെ വായിച്ചിട്ട് എന്താണ് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് അത് മറന്നു കളയും, അത് പറയത്തില്ല. അങ്ങ് പിന്നെ ബ്രഹ്മം അതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഉള്ള ഭക്തി കൂടി ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ നാട്ടിലും ഇവിടെ വന്നിട്ടും ചെയ്യുന്ന ഒരുപാട് പണ്ഡിതന്മാർ ചെയ്യുന്നത്. വളരെ സങ്കടമാണ് കേട്ടിട്ട്. ഭാഗവതത്തിന്റെയും ഒരു കാര്യം മനസ്സിലാക്കുക, ഭാഗവതത്തിന്റെയും ഭഗവത്ഗീതയുടെയും രാമായണത്തിന്റെയും ഒക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് മാത്രമാണ് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും. ഇതിന്റെ എല്ലാം നെക്ടറാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയും ഭാഗവതവും മനസ്സിലാക്കാതെ, അതാണ് പ്രഭുപാദയുടെ യഥാരൂപം അല്ലെങ്കിൽ ഭാഗവതം വായിക്കുമ്പം കൃത്യമായിട്ടൊരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ് വിത്ത് റെഫറൻസ്. അവിടെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വേദങ്ങളെയും പുരാണങ്ങളെയും പ്രഭുപാദർ കൊണ്ടുവെക്കുന്നത്. പക്ഷെ മറ്റവരങ്ങനല്ല. അവര് നേരെ പോയിട്ട് വേദങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ മന്ത്രം ഉപയോഗിക്കൂ, ഈ മന്ത്രം ഉപയോഗിക്കൂ, രാവിലെ എഴുന്നേറ്റിട്ട് ഈ മന്ത്രം വായിക്കൂ. ഒന്നും നടക്കത്തില്ല നമുക്ക് ജീവിതത്തിൽ. അവസാനം നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ ആകാം. അവസാനം എല്ലാം പുസ്തകം മടക്കി വെച്ചിട്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. നമുക്കാവും, നമ്മൾ ചെയ്യാം, അത് തന്നെ എന്ന് പറഞ്ഞിട്ട് പോകും. ഇവിടെ ഇപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ശരിയായ ഗുരുവിൽ നിന്ന് വരുന്ന, ഗുരുപരമ്പര വഴി വരുന്ന ആളിൽ നിന്ന് ഭഗവത്ഗീതയും ഭാഗവതവും അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ള ഭക്തി കൂടി ഇല്ലാതാവുകയുള്ളൂ. ഭക്തി ഒരിക്കലും വർദ്ധിക്കത്തില്ല. എഴുതി തരാം. ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇത്. ഇത് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹരേ കൃഷ്ണ. അപ്പൊ അവിടെ അർജുനന് പോലും സംശയം വന്നു. അർജുനന് പോലും സംശയം വന്നതിന് ശേഷം അപ്പം പിന്നെ നമ്മുടെ കാര്യം ഒന്നും പറയാനില്ല. അപ്പൊ അവിടെ ഭഗവാൻ നേരിട്ട് പറഞ്ഞു. അപ്പം ഭഗവാൻ ഈ പറയുന്ന കാര്യങ്ങള് അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ചാനൽ ടി വികളിൽ ഒരുപാട് പേരുണ്ട് ഭഗവത്ഗീത പ്രഭാഷണം നടത്തുന്നവർ. ആ കേൾക്കുന്ന ആരോടെങ്കിലും അല്ല, കേൾക്കുന്ന ആരോടോ പോട്ടെ, ഈ പറയുന്ന ആരോട് എന്താണ് കൃത്യമായി ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല, അവർക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. 1 മണിക്കൂർ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകും. ഇവിടെ നമ്മൾ 3-ാമത്തെ ശ്ലോകത്തിലോട്ട് പോവുകയാണ്. ഈ 2 ശ്ലോകങ്ങളിലെയും ഉത്തരം 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്. അവിടെയാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് 2-ാമത്തെ അധ്യായം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ പോകുന്നത്. ഇത്തരം ഒരു മാനസികാവസ്ഥ യുധിഷ്ഠിര മഹാരാജാവിന് പോലും ഉണ്ടായിരുന്നു. യുധിഷ്ഠിര മഹാരാജാവ് യുദ്ധമെല്ലാം, ഇപ്പം യുദ്ധത്തിന് മുമ്പ് അർജുനന് ദുഃഖിച്ചു. ഇതേ ദുഃഖം തന്നെ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് യുധിഷ്ഠിര മഹാരാജാവ് രാജ്യഭാരം എടുക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിനും ദുഃഖം. അദ്ദേഹം കരഞ്ഞു. ശ്രേഷ്ഠനായ വ്യക്തിയായതുകൊണ്ടാണ്. അദ്ദേഹം ഏത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 18 ദിവസത്തെ ആ യുദ്ധത്തില് എത്ര പേരാണ്? 64 കോടി. മഹാഭാരത യുദ്ധം എന്ന് പറയുന്നതാണ്. 64 കോടി മനുഷ്യർ വധിക്കപ്പെട്ടു. കൃത്യമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. 64 കോടി. ഇപ്പോഴത്തെ നമ്മുടെ കേരള സർക്കാരിന്റെ കണക്കല്ല കോവിഡിന്റെ. 64 കോടി ജനങ്ങള് മരിച്ചു. ഇത്രയും മരിച്ചപ്പം
ശ്രേഷ്ഠനായ ആ ഭക്തൻ യുധിഷ്ഠിരന് വളരെ സങ്കടമുണ്ടായി. അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഭഗവാന്റെ റോളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പോവുകയാണ്. പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരും കരഞ്ഞു, പോകരുത് എന്ന് പറഞ്ഞു. കൃഷ്ണൻ കേട്ടില്ല. കൃഷ്ണൻ അങ്ങനെയാണ്, ആരോടും വലിയ അറ്റാച്ച്മെന്റുകളൊന്നുമില്ല. എന്റെ കാര്യം കഴിഞ്ഞു, ശരി പോവുക. ഗോപികമാരെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതും അങ്ങനെ തന്നെയാണ്. ഗോപികമാര് പുറകെ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. ഇവിടെയാണ് പരിത്യാഗം എന്ന് പറയുന്നത്. ആ ഒരു ഗുണമാണ് ഭഗവാന്റെ 6 നിർവചനങ്ങളിലുള്ളത്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നുള്ള ഭാവം. നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ഭഗവത് സമർപ്പിതമായി ചെയ്യുക എന്നുള്ള രീതിയാണ് ഭഗവാൻ അർജുനന് കാണിച്ചു തന്നത്. വന്നു. അപ്പം യുധിഷ്ഠിരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, ഈ സിറ്റുവേഷനിൽ അങ്ങ് എന്നെ കളഞ്ഞിട്ട് പോകരുതെന്ന് പറഞ്ഞു. ഒരു സെൻസിറ്റീവ് മൊമെന്റ്സ് ആയിരുന്നു. യുധിഷ്ഠിരൻ കരയുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, കുറച്ച് ദിവസം കൂടി ഞാൻ നിൽക്കാമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പം കൃഷ്ണൻ കേട്ടു, ഞാൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഞാന് ഈ ഒരു ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്തത്. ആത്മാവിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ദുര്യോധനൻ ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരിയായിരുന്നു, കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഭരണത്തിനെതിരെയല്ല ഞാൻ യുദ്ധം ചെയ്തത്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അപ്പം ഞാൻ എന്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത് കൃഷ്ണ. ഞാൻ ഈ പാവങ്ങളെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി കളയുമെന്ന് യുധിഷ്ഠിരൻ പറയുന്നത്. എല്ലാം ബ്രഹ്മഹത്യ പാവം, എന്ത് ചെയ്യാൻ പറ്റും? യുധിഷ്ഠിരൻ നിന്ന് കരയുകയാണ്. ആ സമയത്ത് ഭഗവാൻ അർജുനനെ ഉപദേശിച്ച പോലെ യുധിഷ്ഠിരന് നല്ലൊരു ഉപദേശം കൊടുക്കും. അപ്പം പറഞ്ഞു വരുന്നത് അടുത്ത ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് വായിക്കാം. ശ്രീ ഭഗവാനുവാച ശ്രീഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്ത മയാ നഘ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം കർമ്മയോഗേന യോഗിനാം. ശ്രീഭഗവാനുവാച ശ്രീഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്ത മയാ നഘ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. കർമ്മയോഗേന യോഗിനാം. ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശ്രീരഘുപാദ കീ ജയ്. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, അനഘ, ഹേ പാപരഹിത, അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ, സാംഖ്യാനാം, സാഖ്യന്മാരുടെ, ജ്ഞാനയോഗേന, ജ്ഞാനയോഗം അനുസരിച്ചും, യോഗിനാം, ഭക്തന്മാരുടെ, കർമ്മയോഗേന, ഭക്തിയുക്ത കർമ്മയോഗം അനുസരിച്ചും, ദ്വിവിധം, 2 വിധത്തിലുള്ള, നിഷ്ഠ, വിശ്വാസം, മയ എന്നാൽ, പുരാ പണ്ട്, മയ എന്നാൽ പുര പണ്ട്, പ്രോക്ത പറയപ്പെട്ടിട്ടുണ്ട്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവ്വം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ. അതാണ് ഞാൻ 2-ാമത്തെ അധ്യായത്തിലെ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ശ്രീ ഭഗവാനുവാച ശ്രീഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. കർമ്മയോഗേന യോഗിനാം. ശില്പമാതാജി, ശ്ലോകം മാത്രം. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു.
മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാൻ പറഞ്ഞു പാപരഹിതനായ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. വന്ദന. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അമ്മയില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. നന്നു. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ. ആമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അച്ഛൻ്റെ അടുത്ത് പറയൂ, വായിച്ചേ. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ. താങ്ക് യു. അമ്മ എവിടെ? മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. കൃഷ്ണ. ഹരേ കൃഷ്ണ. സിമ്മി എടുത്തോ ചാപ്റ്റർ. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ. ക്ഷീണമാണല്ലോ. ഹരേ കൃഷ്ണ. ഫ്ലൂ ആയിരുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയേനഃ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ജയപ്രകാശ്. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ. ചേച്ചി. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച
ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ. വിസ്മയ, ഹരേ കൃഷ്ണ. വിസ്മയ പറഞ്ഞു പ്രഭു. വിസ്മയ അമ്മ എവിടെ? വിസ്മയ അമ്മ ഭക്ഷണം കഴിക്കുന്നു. നന്നായി. ആ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാൻ പറ. ഓക്കെ, ഹരേ കൃഷ്ണ. സുശീം പ്രഭു, ഹരേ കൃഷ്ണ, ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ. മാതാജി ഉണ്ടോ അവിടെ? സുശീം പ്രഭു? മാതാജി ഇല്ല. ഓക്കെ. ഞങ്ങളൊക്കെ ഇത് കേട്ടിട്ട് ഉറങ്ങുവാണ്. ഇത് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആദ്യമായിട്ടോ. നന്നായി, ഹരേ കൃഷ്ണ. ഞങ്ങളൊക്കെ ഉറങ്ങാനായിരുന്നു ക്ലാസ്സുകളിൽ പോകാറുള്ളത്. ഞാനൊക്കെ തീർത്തു ഉറങ്ങുമായിരുന്നു. സുശീം പ്രഭുവിനൊക്കെ അറിയാം. ക്ലാസ്സിൽ പോവാന്ന് പറഞ്ഞാല് ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഉറങ്ങാനൊരു നിശബ്ദമായിട്ട് ഉറങ്ങാനുള്ള ഒരു സംവിധാനമാണ് ഗീതാ ക്ലാസ് എന്നാണ് ഞാനൊക്കെ നേരത്തെ ധരിച്ചത്. ഞാൻ പോവുക, സുന്ദരമായിട്ട് ഉറങ്ങുക, പ്രസാദം കഴിക്കുന്ന സമയത്ത് ചാടി എഴുന്നേൽക്കുക, ഫസ്റ്റ് റോയിൽ തന്നെ ഇരിക്കുക, കഴിക്കുക. ഇതാണ് അല്ലേ സുശീം പ്രഭു? അങ്ങനെ അല്ലായിരുന്നോ ചെയ്തോണ്ടിരുന്നത്? എന്തോ അതെ, ഇല്ല, നല്ലതാണ്. ഭഗവാന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് കഴിക്കുന്ന അന്നം പ്രസാദമായിട്ട് മാറും. ഹരേ കൃഷ്ണ, സന്തോഷം. അപ്പം സുശീം പ്രഭു പറഞ്ഞത് ഇടയ്ക്ക് കൂർക്കം വലി കേൾക്കാണ്ട്, അതും ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ട് നല്ല വലിയാ വലിക്കുന്നത്. എത്രയോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കും, ഇതാരുടെ അപ്പന ഇത്രയും വലിയ ക്ലാസ്സുകൾ മംഗളാരതിക്ക് പങ്കെടുക്കുന്നോണ്ടാണത് കൂർക്കം വലിക്കുന്നത്. ഉറക്കം തീരുന്ന മുമ്പേ പോയി പങ്കെടുത്തിട്ട് വന്ന് ക്ലാസ് ഇരിക്കുമ്പോ ഉറങ്ങും. എന്തായാലും ആ കൂർക്കം വലിയൊക്കെയാണ് ഇവിടം വരെ കൊണ്ടിട്ടത്. കൂർക്കം വലിയും അത് ബാക്കിലിരുത്താൻ സമ്മതിക്കത്തില്ല. ഇത് മനഃപൂർവ്വം പിടിച്ചെടുക്കും. ക്ലാസ് എടുക്കുന്നുണ്ടോ പ്രഭു? എന്തോ ദിനകർ പ്രഭു ഇപ്പം ക്ലാസ് ഇല്ല. കാര്യം അദ്ദേഹത്തിന് കുറെ കാര്യങ്ങള് പിന്നെ ഒഫീഷ്യലി കുറെ സ്ട്രീംസ് അങ്ങനെയാണ്. ഓൺലൈൻ ആയപ്പോഴത്തേന് ദിനകർ പ്രഭു നിർത്തി. ശരി, ചോദിച്ചതേ ഉള്ളതാണ്. മിക്കവാറും ദിനകർ പ്രഭുവിന്റെ ക്ലാസ്സിലാണ് ഈ ഊർക്കമ്പലി വരുന്നത്. ഊർക്കമ്പലി കൃഷ്ണ. അപ്പൊ ഇവിടെ എന്തായി കഴിഞ്ഞാൽ കൂർക്കം വലിയ ഉറങ്ങാനാണെങ്കിലും ക്ലാസ് മുടക്കത്തില്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് സമയത്ത് പ്രസാദം കഴിക്കാനാണെങ്കിലും ഓടി എത്തിയിരിക്കും, വിളിച്ചു പറയും ഞാൻ വരുന്നുണ്ട്, പ്രസാദം മാറ്റി വെച്ചിരിക്കും. പ്രസാദം ഒഴിവാക്കാറില്ല. ചിലപ്പം തീർന്നു പോകുമ്പം വിളിച്ചു പറയും തീർക്കരുത്, ഒരു പ്ലേറ്റ് മാറ്റി വെച്ചിരിക്കണം, ഇപ്പോഴേ വിളമ്പി വെച്ചേക്കാൻ പറയും. അങ്ങനെ എന്ന് കഴിക്കാറുണ്ടായിരുന്നു. അത് വേണം. പട്ടായപ്രഭു എപ്പോഴും പറയായിരുന്നു ക്ലാസ്സിന് വന്നില്ലെങ്കിലും ആ ലാസ്റ്റ് സമയത്തെങ്കിലും എത്തണമെന്ന് പറയും. ഒരിടത്ത് പറയും പ്രഭു പറഞ്ഞില്ലെങ്കിലും ഞാൻ എത്തിയിരിക്കും എന്ന് പറയും. ഹരേ കൃഷ്ണ. അപ്പോൾ അത് പ്രസാദത്തിന്റെ മഹിമ ഒന്ന് വേറെയാണ്, നിസ്സാരമായിട്ട് തള്ളരുത്. അപ്പം അതിന് നമ്മൾ ചിലർ ഒരുപക്ഷെ പുതിയതായിട്ട് വരുന്ന മറ്റുള്ളവർ ചിലപ്പം തെറ്റിദ്ധരിച്ചേക്കാം, ഇങ്ങേര് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ്. പക്ഷെ ആ പ്രസാദത്തിന്റെ ഗുണം ഒന്ന് വേറെയാണ്, ആ ക്വാളിറ്റി, ആ ഗുണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ആ പ്യൂരിഫൈ എത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം നമുക്ക് ഭഗവത്ഗീതയിലുള്ള ജ്ഞാനം വന്നുകൊണ്ടിരിക്കും. അപ്പം ഒരു വിളക്കിനെ നമ്മൾ തേച്ച് മിനുക്കുന്നതിന്റെ കൂട്ടാണ്. എന്നും തേച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേന് അത് സ്വർണമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ആ സ്വർണമായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ ദിവസവും നിലവിളക്ക് കൊളുത്തും. ക്ലാവ് പിടിച്ച നിലവിളക്ക് കൊളുത്തുമ്പോഴും ആ വിളക്കിനെ പതുക്കെ തിരുമി നമ്മൾ പണ്ട് തവിടും സിമെന്റും ഒക്കെ ഉപയോഗിക്കാറുണ്ട് നല്ലോണം തിളങ്ങാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിരുമി വെച്ചിട്ട് അത് നിലവിളക്ക് നല്ല സ്വർണം നിറമായി മാറിയതിന് ശേഷം അതേ വിളക്ക്, അതേ എണ്ണ, അതേ തിരി, അതേ മാച്ച് ബോക്സ് തീപ്പെട്ടി കൊളുത്തുമ്പോഴും തമ്മിലുള്ള പ്രകാശത്തിന് വ്യത്യാസം ഉണ്ടാവും. ശരിയല്ലേ പറയുന്നത്?
എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് നമ്മുടെ ശരീരം മുഴുവൻ ക്ലാവാണ്. ശരീരം മാത്രമല്ല, ശരീരത്തെക്കാൾ കൂടുതൽ ക്ലാവാണ് നമ്മുടെ മനസ്സിന്. ഈ മനസ്സിലെ ക്ലാവ് മാറണം എന്നുണ്ടെങ്കിൽ പ്രസാദം കഴിച്ചുകൊണ്ടേയിരിക്കണം, പ്രസാദം കഴിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ ശ്രവിച്ചുകൊണ്ടേയിരിക്കണം, നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേനും ഒരു വിളക്ക് എങ്ങനെ തിളങ്ങുന്നു അതുപോലെ അവസാനം തിളങ്ങിയിട്ട് വരും. ഓക്കെ, ഇവിടെ ഇനി ആരെങ്കിലും ചെല്ലാനുണ്ടോ? പ്രഭു. ഹരേ കൃഷ്ണ, ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാൻ ഉവാച ലോകേ അസ്മിൻ വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ, താങ്ക് യു. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും, ആ കുഞ്ഞുങ്ങൾ പോലും സ്പഷ്ടമായിട്ട് ശ്ലോകം വായിച്ചു ഇല്ലേ? സന്തോഷം. അപ്പം നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ശ്ലോകം വായിക്കാം. ഓക്കെ, 1 2 3 4 സ്റ്റാർട്ട്. ശ്രീ ഭഗവാൻ ഉവാച ലോകേ അസ്മിൻ വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം യോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവ്വം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. എവിടെയാണ് പറഞ്ഞതെന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഭാവാർത്ഥം രാജീവ് പ്രഭു വായിച്ചോളൂ. ആലോചിച്ച് വെക്കുക എവിടെയാണ് പറഞ്ഞിരുന്നുള്ളത്. ഓക്കെ, ഭാവാർത്ഥം 2-ാം അധ്യായത്തിൽ 39-ാം ക്ലേശത്തിൽ ഇനി എന്താണ് കഴിഞ്ഞു. ഓക്കെ, 2 വിധം യോഗങ്ങളെ പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി. സാഖ്യായോഗം, കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം എന്നിവയെ പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നു. സാഖ്യായോഗം അഥവാ ജീവന്റെയും ജഡപദാർത്ഥത്തിന്റെയും സ്വഭാവത്തെ വിശകലനം ചെയ്ത് പഠിക്കലാണ്. ഊഹാപോഹങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും തത്വജ്ഞാനം നേടാൻ ഉദ്ദേശിക്കുന്നവരുടെ വഴി. മറ്റേ കൂട്ടരുടേത് 61-ാം ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണാവബോധത്തിലൂടെയുള്ള പ്രവർത്തനവും. ബുദ്ധിയോഗം എന്ന കൃഷ്ണാവബോധത്തിന്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാകുമെന്ന് മാത്രമല്ല, ആ പ്രക്രിയയിൽ പിഴയൊന്നും വരാനിടയില്ലെന്നു കൂടി 39-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ബുദ്ധിയോഗം എന്നാൽ പരം പൊരുളിനെ അഥവാ കൃഷ്ണനെ പൂർണ്ണമായി ആശ്രയിക്കലാണെന്നും അങ്ങനെ സർവേന്ദ്രിയങ്ങളുടെയും നിയന്ത്രിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്നും 61-ാം ശ്ലോകത്തിൽ നിന്ന് സ്പഷ്ടമാവുന്നുണ്ട്. അപ്പോൾ മതവും തത്വശാസ്ത്രവും എന്ന പോലെ പരസ്പര പൂരകങ്ങളാണ് ഈ 2 യോഗങ്ങളും. തത്വശാസ്ത്രമില്ലെങ്കിൽ മതം വെറും വികാരാവേശമാവും, ചിലപ്പോൾ മതഭ്രാന്തും. മതമില്ലാതെ തത്വശാസ്ത്രം മാനസികമായ ഊഹക്കച്ചവടമായി കലാശിക്കും. നിർവ്യാജമായി നിരപേക്ഷ തത്വാന്വേഷണം തുടരുന്ന തത്വചിന്തകൾ ഒടുവിൽ കൃഷ്ണാവബോധത്തിലെത്തിച്ചേരുന്നത് കൊണ്ട് ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെയാണെന്നും മനസ്സിലാക്കാം. ഭഗവത്ഗീതയിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ജീവന് കൃഷ്ണനുമായുള്ള ബന്ധം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ എത്തിക്കുന്നു എല്ലാ പ്രക്രിയയും. തത്വശാസ്ത്രപരമായ അനുമാനം വളഞ്ഞ വഴിക്ക് കൃഷ്ണാവബോധത്തിൽ എത്തിക്കുമ്പോൾ നേർവഴി കൃഷ്ണാവബോധം സംബന്ധിച്ച എല്ലാറ്റിനോടും നേരിട്ട് ബന്ധപ്പെടുന്നു. ഇവയിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള നേർവഴിയാണ് ഉത്തമം. കാരണം അതിന് തത്വശാസ്ത്രപരമായ പ്രക്രിയയിലൂടെ ഇന്ദ്രിയ ശുദ്ധീകരണം വേണമെന്നില്ല. കൃഷ്ണാവബോധം തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ബുദ്ധിപൂർവകമായ സേവനത്തിന്റെ ഭക്തിപൂർവമായ സേവനത്തിന്റെ നേരിട്ടുള്ള മാർഗത്തിലൂടെ അത് പ്രയാസരഹിതവും അതേസമയം ശ്രേഷ്ഠവുമാകുന്നു. ഹരേ കൃഷ്ണ.
ഇവയിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള നേർവഴിയാണ് ഉത്തമം. കാരണം അതിന് തത്വശാസ്ത്രപരമായ പ്രക്രിയയിലൂടെ ഇന്ദ്രിയ ശുദ്ധീകരണം വേണമെന്നില്ല. കൃഷ്ണാവബോധം തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഭക്തിപൂർവമായ സേവനത്തിന്റെ നേരിട്ടുള്ള മാർഗത്തിലൂടെ അത് നിഷ്പ്രയാസവും അതേസമയം ശ്രേഷ്ഠവുമാകുന്നു. അതുപോലെ തന്നെ ആദ്യം പറയുന്നു, 2-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകത്തിൽ 2 വിധം യോഗങ്ങളെ പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി. സാഖ്യയോഗം, കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം. പിന്നെ വീണ്ടും പറയുന്നു 61-ാമത്തെ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണാവബോധത്തിലൂടെയുള്ള പ്രവർത്തനവും ബുദ്ധിയോഗം എന്ന കൃഷ്ണാവബോധത്തിന്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാകുമെന്ന് മാത്രമല്ല, കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാകുമെന്ന് മാത്രമല്ല, ആ പ്രക്രിയയിൽ പിഴയൊന്നും വരാനിടയില്ലെന്നും പറയുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ. അവിടെയാണ് യുധിഷ്ഠിര മഹാരാജാവ് ദുഃഖിച്ചതിന് കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖിച്ചതിന് കാരണമുണ്ട്. ജനറലി നോക്കിക്കഴിഞ്ഞാൽ മഹാപാപമാണ് ചെയ്തത്. നോക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും പാപത്തിന്റെ അംശം ഉണ്ട്. ഏതൊരു മേഖലയിലാണെങ്കിലും, അത് ഔദ്യോഗിക മേഖലയാണെങ്കിൽ പോലും ഒരു പക്ഷേ എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് പ്രയാസകരമായിട്ടുള്ള പല ഇൻസ്ട്രക്ഷൻസും നമ്മൾ കൊടുക്കും. അവര് പ്രയാസത്തോടെ ആയിരിക്കും ആ ജോലികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുന്നത്. സന്തോഷത്തോടെ ആയിരിക്കത്തില്ല. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ പോലും പല പാപങ്ങളും ഉണ്ടായിരിക്കും. പാപത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും. അത് ഏത് വഴിക്ക് വന്നതാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം കാർമിക് റിയാക്ഷൻ വളരെ വലുതാണ്. അതിനെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അർജുനൻ വീണ്ടും കൺഫ്യൂസ്ഡ് ആണ്. ഇത്രയും കർമ്മയോഗവും ബുദ്ധിയോഗമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ തെറ്റിന് എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഒരു അനലറ്റിക്കൽ സ്റ്റഡി പോലെ വരാം. അവിടെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. ഒരു അനലറ്റിക്കൽ സ്റ്റഡിയാണ്. മറ്റ് ഗ്രന്ഥങ്ങളിൽ പറയുന്നു, മറ്റ് വിഭാഗങ്ങളിലെ ഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നു, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ദൈവത്തിനെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവിടെയാണ് അനലിറ്റിക്കൽ സ്റ്റഡി വന്നതും. ദൈവം ആരാണ്, ഭഗവാൻ ആരാണ്, ഞാൻ ആരാണ്, ഇത്തരം ജീവിവർഗങ്ങൾ എന്തുകൊണ്ടുണ്ടായി, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവിവർഗത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തുകൊണ്ടാണ് വിവിധ തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ മനുഷ്യരിൽ തന്നെ ഇത്രയും പല രീതിയിൽ വന്നിരിക്കുന്ന എന്താണ് എന്നൊക്കെയുള്ളൊരു അനലിറ്റിക്കൽ സ്റ്റഡി. അവിടെയാണ് ഭഗവാന്റെ ഉപദേശം നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത്. ഇതൊന്നും അറിയാതെ വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, തൊഴുതിട്ട് വരുന്നു എന്നുള്ളൊരു പ്രക്രിയയിലൂടെ പോകുമ്പം അതൊരു മതഭ്രാന്തിന്റെ മാത്രമുള്ള ഭാഗമായിട്ട് വരും. അതൊരു മിതമായിട്ടുള്ള മതഭ്രാന്ത്. ഇപ്പം പിന്നെ കുറച്ച് തീവ്രമായിട്ടുള്ള മതഭ്രാന്തും വരാം, അത് വേറൊരു വിഭാഗം. ഇപ്പം തീവ്രമായി ചിന്തിക്കും സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അപ്പം മതം എന്ന് പറയുന്നത് സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ളതല്ല, സമൂഹത്തെ നേരെ നയിക്കാനുള്ളതാണ് മതം. അവിടെ അനലിറ്റിക്കൽ സ്റ്റഡി വരുമ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ആരാണ് ഭഗവാൻ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ അന്വേഷിച്ചത് കൊണ്ടാണ് ശീലപ്രഭുപാദർക്ക് ഇത്രയും അധികം ശിഷ്യന്മാരുണ്ടായത്. അവരത് അതേപോലെ സ്വീകരിച്ചു. അവര് പഠിച്ചു വരുമ്പോൾ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാകുന്നു, സൃഷ്ടികർത്താവ് ആരാണെന്ന് മനസ്സിലാകുന്നു, അത് കൃഷ്ണനാണോ മനസ്സിലാകുന്നു. അതിനെയാണ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ്. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും, ഇവിടെ ഇപ്പോൾ ഓഡിറ്റ് ഫീൽഡിലാണെങ്കിൽ ഓഡിറ്റിന് പോകുന്നവർക്ക് അറിയാൻ പറ്റും
ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന്റെ പുറകെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിന്റെ എവിഡൻസ് ആണ് പിന്നെ മൊത്തം നോക്കുന്നത്. ആ എവിഡൻസ് ഇതാ, ഈ എവിഡൻസ് ഇതാ, മറ്റേതാ, മറിച്ചത്, ഇങ്ങനെ പോയി 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 അങ്ങ് പോകും. ഇല്ലേ ജയപ്രകാശ് പ്രഭു? സുശീം പ്രഭു അക്കൗണ്ട്സ് ഫീൽഡ് അല്ല, സുശീം പ്രഭുവിനെ നമ്മളെടുത്തോളം അക്കൗണ്ട്സ് ഫീൽഡിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇല്ലേ? സുശീം പ്രഭു എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ഓഡിറ്റ് ഫേമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിസ്സാരമായ കാര്യമാണ്, കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ അറിയാൻ പറ്റും സിസ്റ്റം നേരെയല്ല പോകുന്നത് എന്നുള്ളത്. സിസ്റ്റം നേരെയല്ല. ഇത് കാര്യമായ കാര്യമാണ്, ഒരു നിസ്സാരമായ കാര്യമാണ്. പക്ഷെ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ കാര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് വരും. സിസ്റ്റം, ഇവിടുത്തെ സിസ്റ്റം റോങ് ആണ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇത് ഭഗവാൻ ആദ്യമായിട്ട് നമുക്ക് ഉപദേശിച്ചു തരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഔദ്യോഗിക തലത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഭഗവത്ഗീത നമ്മുടെ ഒരു മാനുവലാണ്, ഒരു ഒഫീഷ്യൽ മാനുവലാണ് ഭഗവത്ഗീത. അനലിറ്റിക് സ്റ്റഡി വേണം. അപ്പൊ ജീവാത്മാവ് ആരാണ്, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ജീവാത്മാവും പരമാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ സൃഷ്ടി എന്താണ് എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ കാർമിക് റിയാക്ഷനിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. ഭഗവത്ഗീത മൊത്തം വായിച്ചു കഴിയും. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയത്തിനുള്ളിൽ പരമാത്മാവായിട്ട് സ്തുതി ചെയ്യുന്നു. ആ പരമാത്മാവിനെ സന്തോഷിപ്പിക്കാനുള്ളതാണ് എൻ്റെ ജീവിതം. ആ ഭഗവാനുമായിട്ട് എന്നും എങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും, ഇതാണ് ആത്മീയത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് അറിയുമ്പോഴത്തേന് ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം വായിക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞത്, ഇപ്പം ഇതെല്ലാം അനലൈറ്റിക്സ് ചെയ്ത് പോകുമ്പോഴത്തേന് ഒരുപാട് സമയങ്ങൾ എടുക്കും. കലിയുഗത്തിൽ ഇതിനൊന്നും സമയമില്ല. വേദങ്ങൾ വായിച്ചിട്ട് അനലൈസ് ചെയ്ത് പോയിട്ട് വേദാന്ത സൂത്രം നോക്കിയിട്ട് ഇതെല്ലാം നോക്കി പോകുമ്പോഴത്തേന് നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളും പോകും. പക്ഷേ മറ്റുള്ളവർക്ക് വയറ്റിപ്പിഴപ്പിനുള്ള മാർഗവുമാകും. കാര്യം എങ്ങുമെങ്ങും എത്താതെ അവരുടെ ജീവിത അവസാനം വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നെങ്കിൽ നാളെയെങ്കിലും ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ പുറകെ പോയി വായിച്ചു കേട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടും, അല്ലെങ്കിൽ അവർക്ക് ആൾക്കാരുടെ എണ്ണം കൂടും, അവർക്ക് വയറ്റിപ്പിഴപ്പും ആകും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരിക്കലും ഭഗവാനെ കുറിച്ച് അവർ പറയത്തില്ല. കാര്യം ഭഗവാനെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആളിനെ കിട്ടത്തില്ല. കാര്യം അവരെ വർഷിപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭഗവാനെ പറ്റി ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഭഗവാനെ പറ്റി പറയുന്ന സന്യാസി ശ്രേഷ്ഠർക്ക്, നമ്മളൊക്കെ അറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ള ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസി ശ്രേഷ്ഠർക്ക് എത്രയധികം ശിഷ്യന്മാരുണ്ട്, എത്രയധികം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഭഗവാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ, പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടത്തില്ല എന്നത്. അപ്പം ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പം ആ കർമ്മ 640 കോടി ജനങ്ങൾ കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു കഴിയുമ്പം സാധാരണ രീതിയിൽ നോക്കുവാണെങ്കിൽ അതൊരു കൊലപാതകമാണ്. എന്തുമാത്രം പാപം യുധിഷ്ഠിരൻ ഏൽക്കേണ്ടി വരും. യുധിഷ്ഠിരൻ സത്യസന്ധനായതുകൊണ്ടും ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹം ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ്. ആർക്കും പാവം പങ്കിട്ട് കൊടുത്തില്ല. അർജുനനാണ് യുദ്ധം ചെയ്തത്, ഒന്നൊന്നും പറഞ്ഞില്ല. ആക്ച്വലി എല്ലാവരെയും അർജുനനാണ് യുദ്ധം ചെയ്തത്, അതൊന്നും പറഞ്ഞില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, ഒരു രാജാവെന്ന നിലയിൽ എന്നെ രാജാവാക്കാനായതുകൊണ്ട് ഇതിന്റെ എല്ലാം പ്രതിഫലനം, ഇതിന്റെ എല്ലാം പാപങ്ങൾ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത്. ഇപ്പം ജീവിതത്തിലെ കാർമിക് റിയാക്ഷൻ അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും ഉണ്ട്. ഇതിൽ നിന്ന് പുറത്തു വരാനാണ് ഭഗവാൻ പറയുന്നത്. ഇതെങ്ങനെ പുറത്തു വരണം എന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൃത്യമായിട്ട് ഉപയോഗിക്കണം. അവിടെയാണ് സാങ്ക്യ സിദ്ധാന്തത്തിന് പറഞ്ഞു വന്നത്. ആ ബുദ്ധിയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. ഇപ്പൊ ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥിരമായ നിസ്സാര സംഭവമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് മറ്റുള്ളവർക്ക് പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നിസ്സഹായകാവസ്ഥയാണ്. നമ്മുടെ എ പാർട്ട് ഓഫ് നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി, നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇപ്പം
അതുകൊണ്ട് നമ്മളെ ആ പാപങ്ങൾ ഏൽക്കുകയില്ല. എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിന്റെ ഒരു റിയാക്ഷൻ നമുക്ക് ഉണ്ടാകും. കാര്യം അത് നമ്മുടെ മേലധികാരികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മേലധികാരികളുടെ കൈകളിൽ എത്രത്തോളം പാപമുണ്ട്, ശുദ്ധീകരണമുണ്ട് നമുക്കറിയില്ല. അപ്പം അവര് നമ്മളെ പ്രേരിപ്പിച്ചിട്ടാണ് നമ്മളെ ഔദ്യോഗിക ജീവിതം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, രത്നാകരൻ എന്നുള്ള കാട്ടാളൻ ഭാര്യ പറഞ്ഞു വിട്ടിട്ടാണ് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത്. രത്നാകരൻ അറിയാവുന്നുള്ള ഒരു ഡ്യൂട്ടി ചെയ്തു. അത് ആരുടെ പ്രേരണയാൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ പ്രേരണയാൽ ചെയ്തു. ഒരു ദിവസം പോലും ഭാര്യ പറഞ്ഞില്ല നിങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടുവരരുത്, എനിക്ക് വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എങ്ങനെങ്കിലും പോയി അത് കൊണ്ടുവരാനാണ് പറയുന്നത്. കാര്യം നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ, നിങ്ങളുടെ മക്കളാണിത്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ആഹാര സാധനങ്ങൾ കൊണ്ടുവരേണ്ടത്, ഞങ്ങളെ പുലർത്തിപ്പോരേണ്ടത്. ഉത്തരം നിസ്സാരമാണ്. അപ്പം ഭാര്യയുടെ സമ്മർദ്ദപ്രകാരമാണ് പോകുന്നത്. അവസാനം ആ സപ്തർഷികളെ കണ്ടുമുട്ടുമ്പം സപ്തർഷികളെ പിടിച്ചു പറിക്കുമ്പോൾ സപ്തർഷികൾ പറയും, എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്, നീ ഈ ചെയ്യുന്ന പാപങ്ങൾ. അപ്പം പറയും ഇത് പാപമല്ല, ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നു, എനിക്ക് കുടുംബമുണ്ട്, എൻ്റെ ഭാര്യയെ പുലർത്തിപ്പോയേണ്ടത് എൻ്റെ ആവശ്യമാണ്, എനിക്കറിയാവുന്ന തൊഴിൽ ഇതേ ഉള്ളൂ, ഞാനിത് ചെയ്യുന്നു, ഞാൻ എന്തിന് പാപം അനുഭവിക്കണം? അഥവാ അങ്ങനെ അനുഭവിക്കുകയാണെങ്കിൽ കൂടി അതെൻ്റെ ഭാര്യയും കൂടി അനുഭവിക്കും എന്ന് പറയുന്നു. സപ്തർഷികൾ പറയും, നിനക്ക് അങ്ങനെയാണ് നിന്റെ ധാരണയെങ്കിൽ നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു വരൂ, നിന്റെ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ പാപങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് നീയും എടുക്കുമോ എന്നുള്ളത്. ശരി, ഞങ്ങൾ ഇവിടെ നിൽക്കാം, നീ പോയിട്ട് വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രത്നാകരൻ വീട്ടിലോട്ട് പോയി ഭാര്യയോട് ചോദിച്ചു, നോക്കൂ, എനിക്ക് ഒരാൾക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുകയോ കഴിക്കുകയോ എന്നൊക്കെ ചെയ്യാം, പക്ഷേ ഞാൻ നിനക്കും മക്കൾക്കും കൂടിയാണ് ഞാൻ ചിലപ്പം കൊല ചെയ്യേണ്ടി വരും, ചിലപ്പം പിടിച്ചു പറിക്കേണ്ടി വരും, ചിലപ്പോൾ അത് സന്യാസിമാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ആയിരിക്കാം, വഴിപോക്കരെ ആരൊക്കെ ആയിരിക്കാം, ഞാനത് നോക്കാറില്ല. ഇപ്പം കുറെ സന്യാസിമാർ വന്നു, സന്യാസിമാരെ പിടിച്ചു പറിക്കാൻ നേരത്ത് അദ്ദേഹം ചോദിച്ചു, അവര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെ പാപങ്ങളുണ്ട്, എനിക്കറിയത്തില്ല പാപവും പുണ്യവും എന്തോ എന്ന് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ചോദിച്ചു വിടാൻ പറഞ്ഞു, ഇതിനകത്ത് പാപങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം നീ കൂടി എടുക്കില്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അതെന്തിന് ഞാൻ എടുക്കണം, എനിക്കെടുക്കേണ്ട ആവശ്യമില്ല, നീ കൂടി പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത്, ഒരു ദിവസം പോലും നീ പറഞ്ഞിട്ടില്ല ഇത് ചെയ്യും തെറ്റാണ് പാപമാണെന്ന് പറഞ്ഞിട്ടില്ല, നീ എനിക്കൊരു വേറെ ചോയ്സും തന്നിട്ടില്ല, എനിക്കറിയാവുന്ന തൊഴിൽ ഞാൻ ചെയ്തു. ഭാര്യ പറഞ്ഞു, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എനിക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് ഞാൻ എന്തിന് അതിന്റെ പാപഫലങ്ങൾ അനുഭവിക്കണം എന്ന് ചോദിച്ചു. രത്നാകരൻ കുഴങ്ങിപ്പോയി. സപ്തർഷികന്മാര് സത്യസന്ധരാണ്, അവര് ചോദിച്ച ചോദ്യം ശരിയാണ്. ജീവജാലങ്ങളെ ഞാൻ കൊല്ലുന്നുണ്ട്, തട്ടിപ്പറിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യും പറ്റും? രത്നാകരൻ കൺഫ്യൂസ്ഡ് മൈൻഡിൽ തിരിച്ചു വരും. സപ്തർഷികളൊന്നും അങ്ങനെ നിൽക്കുന്നു. സപ്തർഷികൾ ചോദിക്കും, നീ നിന്റെ ഭാര്യയോട് ചോദിച്ചോ? ആ ചോദിച്ചു. എന്തു പറഞ്ഞു? ഞാനൊരു ഭർത്താവാണെന്നും അല്ലെങ്കിൽ മക്കളുടെ പിതാവാണെന്നും, അപ്പം ഭർത്താവ് എന്ന നിലയിലും പിതാവ് എന്ന നിലയിലും ഉത്തരവാദിത്തമുള്ളതാണ് അവരുടെ കുടുംബത്തെ പുലർത്തിപ്പോരുക എന്നുള്ളതും, അതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ കർമ്മഫലങ്ങൾ ശരിയും തെറ്റുമൊക്കെ ഉണ്ടാകാം, അത് ഞങ്ങൾ എന്തിന് അനുഭവിക്കണമെന്നും ചോദിച്ചു. കാർമിക് റിയാക്ഷൻ വളരെ ഫലമാണ്. അപ്പം ഔദ്യോഗിക ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാര്യം മുകളിലുള്ള ആളുടെ ആ ഡിവോഷണൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആത്മീയത അല്ലെങ്കിൽ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അവരുടെ പ്രേരണയാലാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ
ഒരു കറക്ഷൻസ് മൊത്തം അതാണ് ഉണ്ടായിക്കൊണ്ട്. ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചിലർ മാപ്പുസാക്ഷിയാവും, സറണ്ടർ ചെയ്യുമ്പോൾ ചിലർ മാപ്പുസാക്ഷിയാവും. പക്ഷെ ഇതൊക്കെ കാർമിക് റിയാക്ഷൻ വന്നു കൂടുന്നത് കണ്ടിട്ടില്ല. ഈ കാർമിക് റിയാക്ഷൻ ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. അപ്പം ഇവിടെയാണ് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാന്റെ ഇംഗിതപ്രകാരമാണെങ്കിൽ, അത് ഭഗവാന് സമർപ്പിതമായി ചെയ്യുകയാണെങ്കിൽ ഈ കാർമിക് റിയാക്ഷൻസ് മൊത്തം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ന്യൂട്രൽ പോകും. അത് ഭഗവാൻ എടുക്കും. അപ്പം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഭഗവാന് വേണ്ടിയിട്ട്, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഭഗവാന് സമർപ്പിതമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അതൊരു വഴി തരും. ഒരു കൺവർഷൻ പോയിന്റ് അവിടെ ഉണ്ടാകും. അത് നമുക്ക് കൃത്യമാണ്. അപ്പൊ അവിടെ ഇവിടെയും പിന്നെ കൺവർഷൻ പോയിന്റ് ഉണ്ടായി. രത്നാകരന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നീ ഇവിടെ ഇരുന്ന് ധ്യാനിക്കാൻ പറഞ്ഞു. ധ്യാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നാമജപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രത്നാകരൻ അറിയത്തില്ല നാമം ജപിക്കാൻ. ആകെ ഒരു വാക്കേ അറിയത്തുള്ളൂ, കൊല്ലുക എന്നുള്ളത്, മര എന്നുള്ളത് മാത്രം. സപ്തർഷികൾ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്കറിയാവുന്ന ആ വേട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മര 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 രാമ എന്ന്. അങ്ങനെ അവസാനം അറിഞ്ഞോ അറിയാതെയോ രാമനാമജപം രത്നാകരൻ തുടങ്ങി. സപ്തർഷികൾ തിരിച്ചു വരും. വർഷങ്ങൾ കഴിഞ്ഞു സപ്തർഷികൾ തിരിച്ചു വരുമ്പം ആ രത്നാകരൻ നിന്ന സ്ഥാനത്ത് ഒരു ചിതൽപുറ്റുകൾ മാത്രമായി. സപ്തർഷികള് ആ ചിതൽപുറ്റുകളെല്ലാം മാറ്റി ആ രത്നാകരൻ പുറത്തു വരുമ്പോൾ ആ പുറ്റിൽ നിന്ന് വരുന്നുകൊണ്ട് വാൽമീകി എന്ന് പേരും വന്നു. അങ്ങനെ ആ വാൽമീകി ആദ്യമായിട്ട്, ഞാൻ ആ ശ്ലോകം ഓർമ്മയുണ്ടെങ്കിൽ പറയണം, ആദ്യമായിട്ട് അവിടെയാണ് വാൽമീകി മഹർഷിക്ക് ആദ്യം ദയ എന്നൊരു വാക്ക് വന്നത്. രണ്ട് പക്ഷികൾ മരത്തിലിരിക്കുമ്പം ആദ്യത്തെ ശ്ലോകമാണ് വാൽമീകിയുടെ കയ്യിൽ നിന്ന്. നിർഭാഗ്യം എനിക്കത് ഓർമ്മ വരുന്നില്ല. ഒന്ന് നോക്കിയാലേ, വാൽമീകി ഫസ്റ്റ് ശ്ലോകം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അവിടെ രണ്ട് മരത്തില് ഇണകളായിട്ടുള്ള രണ്ട് പക്ഷികൾ ഇരിക്കുമ്പം, 4ാം ക്ലാസ്സിൽ അത് പഠിക്കുമ്പം നമുക്ക് അത്രത്തോളം അതിനെപ്പറ്റി വ്യാപ്തി അറിയുന്നില്ല. ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുമ്പോഴാണ് ആ ദയ എന്നുള്ള വാക്ക് നമുക്ക് അറിഞ്ഞത്, വാൽമീകിയുടെ വാക്യം നമുക്ക് അറിയാൻ പറ്റുന്നത്. രണ്ട് പക്ഷികൾ അവിടെ ആ ഇണകൾ നിൽക്കുമ്പോൾ ഒന്നിനെ, അല്ലേ ജിജി മാതാജി ചേച്ചി, ശരിയല്ലേ പറയുന്നുണ്ട് അവിടെ? അറിയാമോ ആ ശ്ലോകം? നമ്മൾ 4ാം ക്ലാസ്സിൽ പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പാട്ടാണത്. ആദ്യമായിട്ട് ആത്മീയമായി വരുമ്പോൾ, ആത്മീയമായിട്ട് വന്നപ്പോൾ നോക്കൂ കൺവർഷൻ പോയിന്റ്. ഇതുവരെ കൊല്ലുക എന്ന് പറഞ്ഞ ആ വ്യക്തി കൺവർഷൻ പോയിന്റിൽ എത്തിയപ്പോൾ അജയപ്രകാശ് പ്രഭുവിന് കിട്ടിയിട്ടുണ്ടാവും. ആ ശ്ലോകം ചൊല്ലി അരുത് കാട്ടാള എന്ന് പറയുന്നു. തെറ്റാണ് ചെയ്യുന്നത്. ദയ ആദ്യമായിട്ട്. അപ്പം ആത്മീയതയിൽ എത്തിയെങ്കിൽ മാത്രമേ ദയ എന്നൊരു വാക്ക് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ദയ എന്നൊരു മനസ്സുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയതയിലെത്തണം, ശരിയായ ആത്മീയതയിലെത്തണം. അവിടെയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലാസ്റ്റ് പറയാണ് കൃഷ്ണാവബോധത്തിലേക്ക്. അപ്പം ഇതൊക്കെ സാങ്കേതികവും പിന്നെ കർമ്മയോഗവും ഒക്കെ പഠിച്ചു വരുമ്പോഴത്തേനും നമ്മളങ്ങ് നമ്മുടെ ജീവൻ പോവാറാവും. അവസാനം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതൊന്നും വേണ്ട. ഈ കലിയുഗത്തില് പറയുന്നു കൃഷ്ണാവബോധത്തിലേക്കുള്ള നേർവഴിയാണ് ഉത്തമം. അതായത് യഥാർത്ഥമായ ഒരു ഗുരുവിനെ സമീപിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഇത്രയും ചെയ്താൽ മതി. ഭഗവാന് നിവേദിക്കുക, ആ നിവേദ്യം കഴിക്കുക. ഇത്ര പ്രോസസ് മാത്രമേ ഉള്ളൂ ഭഗവാനെ കുറിച്ച് അറിയുവാനും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാനും. ഇവിടെ ഭഗവത്ഗീതയില് നേരത്തെ നമ്മൾ വായിച്ച ശ്ലോകമാണ് 2.61, 2.39. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? രാമായണത്തിലെ ഫസ്റ്റ് ശ്ലോകമല്ല. 2.39 ഏഷാതേ അഭിഹിതാ സംഘേ ബുദ്ധിയോഗത്തിമാം ശൃണു
ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രകാശ്യസി. ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നു. കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാകും. അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഔദ്യോഗിക ജീവിതം അല്ലെങ്കിൽ എന്ത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന് കൂടുതൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് പറയുന്നു, പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ സദാ ക്രിയാത്മകനാണ്. അദ്ദേഹം പ്രകൃതിയെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സൃഷ്ടി ഉണ്ടാകുന്നു. ഇതാണ് കപില സിദ്ധാന്തം. വീണ്ടും പറയുന്നു, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവുമായി സമ്പർക്കം പുലർത്തലാണ് ബുദ്ധിയോഗം. വീണ്ടും പറയുകയാണ് അതേ അർത്ഥത്തിൽ, ഓരോരുത്തരുമായി ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവുമായി സമ്പർക്കം പുലർത്തലാണ് ബുദ്ധിയോഗം. 10ാമത്തെ അധ്യായത്തിലെ 10ാം ശ്ലോകം ഇത് പറയുന്നു. 10ാമത്തെ അധ്യായം നമുക്ക് എടുക്കാം. 10:10 നന്ദന 10:10 എടുക്കൂ പെട്ടെന്ന്. എടുത്തോ, വായിച്ചോളൂ. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേനേ മാം ഉപയാന്തി തേ. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചു. അതെ അതെ, കുറച്ച് എളുത്തിരിയേ ഉള്ളൂ. ഒരുപാടുണ്ട്. ഭാവാർത്ഥം മലയാളം മാർക്ക് വായിക്കാൻ പറ്റും? വായിക്കാൻ പറ്റത്തില്ലേ നന്ദന? കുറെ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, സുശീം പ്രഭു ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചോളൂ ഭാവാർത്ഥം. 10:10 എടുത്തു വെക്കൂ. ശില്പമാതാജി പിന്നെ മുകുന്ദാഷ്ടകം അടുത്ത ആഴ്ച ചെയ്യല്ലേ? അങ്ങനാണോ? പാഠം പ്രഭു, ഐ ക്യാൻ സിംഗ്, നോ പ്രോബ്ലം. ഭാവാർത്ഥം 10:10. ഓക്കേ. ബുദ്ധിയോഗം എന്ന വാക്ക് ഇവിടെ സാരഗർഭമാണ്. 2ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് ഞാൻ പല വിഷയങ്ങളെ കുറിച്ചും വിവരിച്ചു കഴിഞ്ഞുവെന്നും മേലിൽ ബുദ്ധിയോഗത്തിന്റെ പദ്ധതി പറഞ്ഞു തരാമെന്ന് പ്രസ്താവിച്ചുമല്ലോ. ഇതിൽ ബുദ്ധിയോഗത്തെ കുറിച്ചാണ് ഉപദേശിക്കുന്നത്. ഉദ്യോഗം എന്നാൽ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനമാണ്. അതാണ് ബുദ്ധിയുടെ അത്യുത്കൃഷ്ട നില. യോഗം എന്നത് സിദ്ധി വൈഭവമോ യോഗാത്മകമായ ഉയർച്ചയോ ആണ്. ഒരാൾ കൃഷ്ണസന്നിധിയിലേക്ക് അഥവാ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൃഷ്ണാവബോധമാർന്ന് ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നതാണ് ബുദ്ധിയോഗം. ഭൗതിക ലോകത്തിലെ ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയയാണ് ബുദ്ധിയോഗമെന്നും പറയാം. പുരോഗതിയുടെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെ. ജനങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. അതിനാൽ ഭക്തന്മാരുടെയും വിശ്വസ്യനായ ആധ്യാത്മിക ഗുരുവിന്റെയും സഹവാസം പ്രാധാന്യം അർഹിക്കുന്നു. കൃഷ്ണനാണ് തന്റെ പ്രാപ്യസ്ഥാനമെന്ന് ഒരാൾ അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ ആ വഴിക്ക് നടന്ന് ലക്ഷ്യത്തിലെത്തിച്ചേരാം. ജീവിത ലക്ഷ്യം എന്തെന്ന് അറിഞ്ഞിട്ടും കർമ്മബലാസക്തി കൈവിടാത്തവനത്രേ കർമ്മയോഗി. ലക്ഷ്യം കൃഷ്ണനാണെന്ന് അറിഞ്ഞാലും കൃഷ്ണനെ പറ്റിയുള്ള ഊഹാപോഹങ്ങളിൽ തൽപരനായിരിക്കുന്നവൻ ജ്ഞാനയോഗിയാണ്. ലക്ഷ്യമറിഞ്ഞ് പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ അനുഷ്ഠിക്കുന്നയാൾ ഭക്തിയോഗിയും അത് തന്നെ ബുദ്ധിയോഗം അഥവാ പൂർണ്ണമായ യോഗം. അതാണ് ജീവിതത്തിന്റെ ഉന്നതമായ സമ്പൂർണാവസ്ഥ. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി, മുന്നേറാൻ ഉതകുന്ന ബുദ്ധിശക്തി ഒരാൾക്കില്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണൻ അന്തര്യാമിയായിരുന്ന് ഉപദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ആ ഭക്തനും അവസാനത്തിൽ പ്രയാസം കൂടാതെ ഭഗവാനിൽ എത്തിച്ചേരാൻ ഇടവരുന്നു. നിരന്തരം കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രേമഭക്തിയോടെ കൃഷ്ണന്റെ സേവ ചെയ്യുകയുമാണ് ആവശ്യമായ യോഗ്യത. ഭക്തൻ കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. അത് പ്രേമപൂർവമാവുകയും വേണം. ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ തക്ക ബുദ്ധിശക്തി ഇല്ലെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ നിർവ്യാജം ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പുരോഗതിക്കും
ഭഗവത് സന്നിധി പോകുന്നതിനുമുള്ള അവസരം കൃഷ്ണൻ നൽകിക്കൊള്ളും. ഹരേ കൃഷ്ണ. സുശീം പ്രഭു അതിനെക്കുറിച്ച് സമ്മറി പറയൂ. ബുദ്ധിയോഗം കാര്യങ്ങൾ പറഞ്ഞു. അതെ, ഭഗവാൻ ഇതിനകത്ത് പറയുന്നത് എല്ലാ കർമ്മയോഗത്തെ കുറിച്ചും ജ്ഞാനയോഗത്തെ കുറിച്ചും പറയുന്നു. പക്ഷെ അതൊന്നും അല്ല ഭക്തിയോഗം. ഭക്തിയോഗം ആണ് ഏറ്റവും പൂർണ്ണമായ ബുദ്ധിയോഗം. ഭക്തിയാണ് ബുദ്ധി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കലിയുഗത്തിൽ ഭക്തിയാണ് ബുദ്ധി. ഭക്തിയാണ് ബുദ്ധി. ഏറ്റവും ശ്രേഷ്ഠമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി പൂർവ്വം പോകുന്നതാണ് ബുദ്ധിയോഗം. ഇതിനപ്പുറത്തൊട്ട് വേറൊന്നുമില്ല. അപ്പം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പം ഭക്തി ഇല്ലാതെ ബുദ്ധിക്ക് നിലനിൽപ്പില്ല. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധി ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിയല്ല, ദേ ആർ ദ റാസ്കൽസ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ ചോദിച്ചു, ഒരു സംശയം ഒരു ക്ലാസ് എടുക്കുന്ന ആളോട് ചോദിച്ചതാണ്. ദാമോദരദേശിലെ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരാളോട് ചോദിച്ചതാണ്. അപ്പം അങ്ങ് പറഞ്ഞു വന്നത് കൃഷ്ണാവബോധം ഇല്ലാത്തവരെല്ലാം മണ്ടന്മാരാണോ, ഫൂളിഷേഴ്സ് ആണോ എന്ന് ചോദിച്ചു. അതെ, ഡയറക്റ്റായിട്ട് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു, യെസ്, മണ്ടന്മാരാണ്. കൃഷ്ണാവബോധമോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചോ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ മണ്ടന്മാരാണ്. അതിന് അദ്ദേഹം ശ്ലോകം എടുത്തു തന്നു. അവജാനന്തിമാ മൂഢ മാനുഷം തനുമാശ്രിതം പരംഭാവമജാനന്തു മമഭൂത മഹേശ്വരൻ. എന്നെ അറിയാത്ത, എന്നെ വെറും മനുഷ്യനായിട്ട് കാണുന്ന ആൾക്കാർ മണ്ടന്മാരാണ്. അവജാനന്തിമാ മൂഢ. റുഹുവാദിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ദേ ആർ ദ റാസ്കൽസ്. മണ്ടന്മാരെന്നല്ല, കുറച്ചും കൂടെ ഹാർഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ ദ റാസ്കൽസ് എന്ന് പറഞ്ഞു. അപ്പം ഡിവോഷനിസം ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഇന്റലിജന്റിസം ആണോ വേണ്ടത്, റാസ്കലിസം ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണ്. ഇവിടെ ശ്രീമദ് മഹാഭാഗവത്തില് പ്രഥമ സ്കന്ധത്തില് എല്ലാ അവതാരങ്ങളെയും കുറിച്ച് സൂതഗോസ്വാമി നൈമിഷാരണ്യ വനത്തിൽ വെച്ചിട്ട് ശൗനകാദി മഹർഷികളോട് പറയുകയാണ്. എല്ലാ അവതാരങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ട് അവസാന ഒരു ശ്ലോകം പറയുകയാണ്. ഏതേ ചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാദിവ്യാകുലം ലോകം മൃഢയന്തി യുഗേ യുഗേ. പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ് ഇത്. 28-ാമത്തെ ശ്ലോകമാണ്. 1.3.28 എഴുതി വെച്ചോളൂ. 1.3.28. ഏതേ ചാംശ കലാപുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരിവ്യാകുലം ലോകം മൃഢയന്തി യുഗേ യുഗേ. മുകളിൽ പ്രതിപാദിച്ച സർവ്വ അവതാരങ്ങളും പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശങ്ങളുടെ അംശങ്ങളോ ആണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. നാസ്തികന്മാർ എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുവോ അപ്പോഴൊക്കെ അവർ ഭൂമിയിൽ അവതരിക്കുകയും ആസ്തികന്മാരെ സംരക്ഷിക്കുകയും ചെയ്യും. ഇപ്പൊ ഭൂമിയിൽ 2 തരം ആൾക്കാരാണ്, നാസ്തികര്, ആസ്തികര്. നാസ്തികർ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഈശ്വര നിഷേധികൾ. നിരീശ്വരവാദി എന്ന് പറയത്തില്ല, ഈശ്വര നിഷേധികളാണ്. നമുക്ക് കേരളത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഈശ്വര നിഷേധികൾ. രാമകൃഷ്ണൻ എന്ന പേര് വന്നു കഴിഞ്ഞാലും വിജയൻ എന്ന പേര് വന്നു കഴിഞ്ഞാലും എല്ലാം പേരുകൾ ഇട്ടു, പക്ഷെ പേരുകളിലെ ഒരു എന്താ പറയുന്ന ഒരു ജീവൻ കാണിക്കുന്നില്ല. ഈശ്വര നിഷേധികളായിട്ടാണ് മാറുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഭഗവാൻ അവതരിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവരെ എല്ലാം നശിപ്പിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അസുരന്മാരെ കാലാവർഷങ്ങളോളം ഫൈറ്റ് ചെയ്തു. ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്നുള്ളൂ, പക്ഷെ കളിക്കും, ഇട്ട് കളിച്ചതിന് ശേഷം അവസാനം കൊണ്ട് താഴെ ഇടും. അത് എഴുതി വെച്ചോളൂ, ഇത് കൃത്യമാണ്. ഇവിടെ വീണ്ടും അടുത്ത ശ്ലോകത്തിലൂടെ പറയുകയാണ്. അപ്പം ഇതിനെ ഈക്വലായിട്ട് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്, യുഗേ യുഗേ. ഇവിടെ മറ്റവതാരങ്ങളെല്ലാം ഭഗവാന്റെ പൂർണ്ണ അംശങ്ങളോ ആണ്. പക്ഷേ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. വേദവ്യാസ മഹർഷി ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് എഴുതി വെക്കുമ്പം സൂതഗോസ്വാമി നൈമിഷാരണ്യ വനത്തിൽ വെച്ചിട്ട് ശൗനകാദി മഹർഷികളോടും പരിഷിത് മഹാരാജരോടും പറയുന്ന ഈ ശ്ലോകം മനഃപൂർവമോ അല്ലാതെയോ അവഗണിച്ചിട്ട് മറ്റ് സിദ്ധാന്തങ്ങളുമായിട്ട് ഭക്തിയുടെ തലത്തിൽ വരുന്ന ഭാഷ്യകാരന്മാരെ, പണ്ഡിതന്മാരെ നമ്മൾ എന്താണ് പറയുന്നത്? പ്രഭുപാദരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദേ ആർ ദ റാസ്കൽസ്. അത്തരം അർത്ഥങ്ങളോ പ്രസംഗങ്ങളോ
കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഉള്ള ഭക്തി കൂടി ഇല്ലാതെയാകും. ഇവിടെ പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയമായിട്ട് കൃഷ്ണനായിട്ട് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും കൃഷ്ണ കോൺഷ്യസ്നെസ്സും പഠിക്കുന്നത്. വെറുതെ ഒരു വികാരത്തിന്റെ പേരിലല്ല, ഒരു സംഘടനയുടെ പേരിലല്ല നമ്മൾ കൃഷ്ണ ഭഗവാനെ കുറിച്ച് പഠിക്കുന്നത്, ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഏതൊന്നിനും ഒരു ബ്രാൻഡ് നെയിം ആവശ്യമാണ് എന്നതുപോലെ മാത്രം പ്രഭുപാദർ ഒരു ബ്രാൻഡ് നെയിം ഇട്ടു, ഇസ്കോൺ അല്ലെ ഹരേ കൃഷ്ണ. പക്ഷെ പ്രഭുപാദർ ഒരിക്കലും തത്വങ്ങളെ മാറ്റിയിട്ടില്ല, ഭഗവാന്റെ വാക്കുകളെ മാറ്റിയിട്ടില്ല, വേദവ്യാസ മഹർഷിയുടെ ശാസ്ത്രങ്ങളെ മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രഭുപാദർ ഭഗവത്ഗീത യഥാരൂപം എന്ന് വന്നത്. കൃഷ്ണ കോൺഷ്യസ്നസ് ഇംപ്രൂവ് ചെയ്യിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്, ഭഗവാന്റെ ജീവാത്മാക്കളാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ദൃഢമാക്കിയെടുക്കാൻ, ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദർ ഇത്രയധികം നമുക്ക് ഉപദേശിച്ചു തന്നത്. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ യാതൊരു വിപണി തന്ത്രവും ഉപയോഗിച്ചിട്ടില്ല പ്രഭുപാദർ. ഒരു വാണിജ്യതന്ത്രവും നമ്മുടെ ഭക്തിയെയും പ്രഭുപാദർ ഒരിക്കലും ചൂഷണം ചെയ്തിട്ടില്ല. പകരം നമ്മുടെ അഭക്തിയെ ഭക്തിയായിട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ പ്രഭുപാദർ ചെയ്തുള്ളൂ. ശ്രീല പ്രഭുപാദ കി ജയ്. ഇവിടെ വീണ്ടും പറയുന്നു, അടുത്ത ശ്ലോകം 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജന്മഗുഹ്യം ഭഗവതു. അടുത്ത ഭാഗവത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് 28 ശ്ലോകം. ഭഗവാൻ സ്വയം പറഞ്ഞിട്ട്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം പറയുകയാണ്, സൂതഗോസ്വാമി പറയുകയാണ്, ജന്മഗുഹ്യം ഭഗവതോ ഏത പ്രയതോ നരഹ സ്വയം പ്രാതർഗൃണൻ ഭക്ത്യ ദുഃഖഗ്രാമാദ്യമിച്ചതേ. ആരാണോ ഭക്തിയോടെ പ്രഭാത സായാഹ്ന വേളകളിൽ അതീവ ശ്രദ്ധയോടെ ഭഗവാന്റെ നിഗൂഢ അവതാരങ്ങളെ കുറിച്ച്, ഭഗവാന്റെ ഈ ലീലകളെ കുറിച്ച്, ഭഗവാന്റെ സ്മരിക്കുന്നത്, അവതാരങ്ങളെ കുറിച്ച് കീർത്തിക്കുന്നത്, അവന് ജീവിതത്തിന്റെ സർവ ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവിന്റെ ദുഃഖത്തിന് യാതൊരു കാരണവും ഇല്ലാതായി മാറുന്നു. അർജുനന്റെ ദുഃഖത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാതായി മാറുന്നു. കാര്യം എല്ലാം ചെയ്തത് സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം പ്രച. നീ എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യൂ, നീ എന്നെ മാത്രം ആശ്രയിക്കൂ. അഹംത്വം സർവപാപേഭ്യോ മോക്ഷയിച്ചാമി മാശുചക. തീർച്ചയായും 640 കോടി ജനങ്ങളെ നീ യുദ്ധം ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പാപമുണ്ട്. പക്ഷേ ആ പാപങ്ങളൊന്നും നിന്നെ ഏൽക്കില്ല. കാര്യം അത് നീ എന്റെ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്, എന്റെ ഇംഗിതം അനുസരിച്ചിട്ടാണ് നീ ചെയ്തത്. സത്യവും ധർമ്മവും അളക്കുന്നത് ഞാനാണ്. ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം എന്ന് ഭഗവാൻ പറയുമ്പോൾ, അതെ, ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഒരു കാര്യത്തെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ കർമ്മവും വികർമ്മവും അകർമ്മവും എല്ലാം നമ്മൾ തിരിച്ചറിയുകയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തിക്കും ഒരു മൂല്യമുണ്ടാകും, ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിന് ഭഗവത് പ്രാപ്തി കിട്ടും, ഭഗവാന്റെ അനുഗ്രഹവും കിട്ടും. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു മുകുന്ദാഷ്ടകം ശില്പമാത ചൊല്ലും, അതിനുശേഷം കാര്യങ്ങൾ ചോദിക്കാം, ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും. ഹരേ കൃഷ്ണ. ശില്പമാതാജി. ഹരേ കൃഷ്ണ. മണിലാൽ പ്രഭു എനിക്കൊരു ചാലഞ്ച് തന്നതാണ്. ബിക്കോസ് ഹി ജസ്റ്റ് കോൾഡ് മീ ഐ തിങ്ക് ഹാർഡ്ലി 15 minutes ബിഫോർ സത്സംഗിന്. എന്നിട്ട് പറഞ്ഞു, മാതാജി ഞാൻ മറന്നുപോയി, ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ടാണ്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ശ്ലോകം, ഐ മീൻ ഐ നോ ദ വേർഡിങ്സ്, ഫ്യൂ വേർഡിങ്സ്, പക്ഷെ ആദ്യമായിട്ടാണ് ഫുള്ള് പാടാൻ പോണത്. ഹരേ കൃഷ്ണ. करारविन्देन पदारविन्दं मुखारविन्दे विनिवेशयन्तं वतस्य पत्रस्य पुतेशयन्नं बालं मुकुन्दं मनसा स्मरामि संहृत्य लोकान् वतपत्रमध्ये शयनं मादायन्त विहीनरूपं सर्वेश्वरं सर्वहितावतारं बालं मुकुन्दं मनसा स्मरामि इन्दीवरश्यामलकोमलाङ्गम् इन्द्रादिदेवार्चितपादपद्मं सन्तानकल्पद्रुमदलशोभितं
भ्रातृममाश्रितानं बालं मुकुन्दं मनसा स्मरामि लम्बालकं लम्बिताहार्यसितं शृङ्गारलीलाङ्कितदन्तपङ्क्तिं बिम्बाधरं चारुविशालनेत्रं बालं मुकुन्दं मनसा स्मरामि शिख्ये निधायापि पयोदधीनि बहिर्गताय व्रजनायिकायं भुक्त्वा यथेष्टां कपतेन स्तुप्तं बालं मुकुन्दं मनसा स्मरामि काली जलस्थितकालियस्य फणागरङ्गेन तनप्रियन्तं तत्पृच्छहस्तं शरदिन्दुवक्त्रं बालं मुकुन्दं मनसा स्मरामि उलूखले बद्धमुत्तारशौर्यम् उत्तुङ्गगुह्यामार्जुनभङ्गलीलम् उत्फुल्लपद्मायत चारुनेत्रं बालं मुकुन्दं मनसा स्मरामि आलोक्य मातु मुखमादरेण स्तन्यं पिबन्तं शरसीरुहाक्षं सचिन्मयं देवमनन्तरूपं बालं मुकुन्दं मनसा स्मरामि करारविन्देन पदारविन्दं मुखारविन्दे विनिवेशयन्तं वतस्य पत्रस्य पुतेशयानं बालं मुकुन्दं मनसा स्मरामि हरे कृष्ण ഹരേ കൃഷ്ണ. താങ്ക് യു. ഇത് ആരാ എഴുതിയത്? ഭിന്നമംഗലം അല്ലേ? ബാലമുകുന്ദാഷ്ടകം പടസ്യ പത്രസ്യ. ആദ്യത്തെ ശ്ലോകം എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചൊല്ലിയത് കൊണ്ടാണ് വീണ്ടും. ഇത്ര മനോഹരമായ ഒരു ശ്ലോകമാണ്. രാവിലെയും വൈകിട്ടും ചൊല്ലുന്നത്, പ്രത്യേകിച്ച് സന്താനഗോപാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ലൊരു, അതായത് ഭഗവാന്റെ ഒരു കുഞ്ഞിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതായത് അനവത്യ ദുഃഖം മാറ്റും. ഈ ബാലമുകുന്ദാഷ്ടകം രാവിലെയും വൈകുന്നേരവും നല്ലതുപോലെ ചൊല്ലുക. തൃപ്പൂണിത്തുറ പൂർണ്ണത്രീ ക്ഷേത്രം സന്താനഗോപാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ തീർത്ഥാടനങ്ങളിൽ, തീർത്ഥസ്ഥലങ്ങളിൽ സന്ദർശിക്കണമെന്നൊക്കെ പറയുമ്പം ഇവിടൊക്കെ നമ്മൾ പോയി കാണുന്നതും തൊഴുന്നതും ഒക്കെ നല്ലതാണ്. ബാലമുകുന്ദാഷ്ടകം ഇപ്പം പ്രളയത്തിൽ ഇങ്ങനെ വരികയാണ് ആരിരേതി ഒരു കുഞ്ഞിക്കണ്ണൻ കാല് മേപ്പോട്ട് വെച്ച് ഒരു കാലിൻ്റെ മേളിൽ ഒരു കാലിങ്ങനെ വെച്ചിട്ട് ഒരു കയ്യ് വായിലും കടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പം, ഇത് കാണുന്നത് ആരാണ്? മാർക്കണ്ഡേയ മുനിയാണ് കാണുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മാർക്കണ്ഡേയ മുനി വിഷമിച്ചിരിക്കുകയാണ്, മരണമില്ലാതെ എല്ലാം വന്ന് യുഗങ്ങൾ മാറിയിട്ടും മരണമില്ല. അവസാനം ഇങ്ങനെ പ്രളയത്തിൽ പെടുമ്പോൾ അദ്ദേഹത്തിന് പേടിയാവും, ഭയങ്കരമായിട്ട് പേടിയാവും. ആരുമില്ല, ഞാൻ ഒറ്റയേ ഉള്ളൂ ഈ ലോകത്ത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ചെറിയ ആലിലയുടെ മേളിൽ വരുന്നത്. അപ്പോഴാണ് മാർക്കണ്ഡേയ നീ മാത്രമല്ല ഞാനും ഉണ്ട് കൂടെ എന്ന് പറയും. അല്ല വരുന്ന കാണാം ബാലമുകുന്ദാഷ്ടകം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാം. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു, ഇന്നും ജയപ്രകാശ് പ്രഭുവിനെ ഉള്ളു. രാജീവ് പ്രഭു എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. നമ്മളിന്ന് 1, 2, 3 കവർ ചെയ്തു. 10-ലെ 10 കവർ ചെയ്തു. 2-ലെ 69, 39 റിവ്യൂ ചെയ്തു. പിന്നെ ഭാഗവതം ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ചാപ്റ്ററില് 28, 29 ശ്ലോകവും കൂടെ നമ്മൾ വായിച്ചു. ഹരേ കൃഷ്ണ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഹരേ കൃഷ്ണ. ബഹുവേഗം ബഹുദൂരം അല്ലേ? ഹരേ കൃഷ്ണ.
സുശീം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. വിശക്കുന്നോ? വളരെ ക്ലിയർ ആണ് പ്രഭു. ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകാനുണ്ട്. വളരെ ക്ലിയർ ആണ്. സ്ലോ. ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇല്ലല്ലോ. വളരെ സിമ്പിൾ ഒരു പ്രാക്ടീസ്, ഒരു സത്സംഗം, ഒരു നാമജപം, അങ്ങനെയുള്ള കാര്യങ്ങള്, സാധുക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, അത് തന്നെയാണെന്ന് തോന്നുന്നു. അത്രയല്ലേ ഉള്ളൂ ഭക്തിയോഗം ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇതിനോ ക്ലാസ് ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ശ്ലോകങ്ങൾ വായിച്ചു പോകാൻ പറ്റും ക്ലാസ് ഉണ്ടെങ്കിൽ. വളരെ ക്ലിയർ ആണ്. ഭക്തിയോഗം, ബുദ്ധിയോഗം. ഹരേ കൃഷ്ണ. ശിവപ്രകാശ് പ്രഭുവിന് എന്തോ പറയാനുണ്ട്. ഒന്നുമില്ല പ്രഭു. 1:3:28 1:3:29 ആണ്. അതെ, 3 ആണല്ലേ? അതെ, 1:3:28 ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് എഴുതി വെക്കുന്നത്. ഞാൻ മറന്നു പോകാതെ എഴുതി വെച്ചതാണത്. എവിടൊക്കെ കയറി പറഞ്ഞെന്നുള്ളത് ഇപ്പൊ നോക്കി എഴുതി വെച്ചതാണ്. 1:3:28 1:3:29. ഹരേ കൃഷ്ണ. ഇത് ഈ ഒരു ശാസ്ത്രം നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് മാറ്റിവെക്കരുത്. ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് മാറ്റിവെക്കുമ്പം നമ്മുടെ ജീവിതത്തെയും ഭഗവാൻ ഓപ്ഷനായിട്ട് കാണും. അതാണ്, അത് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എല്ലാ സമയവും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വിളക്ക് കൊളുത്താം, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പുസ്തകം എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ഓപ്ഷനാണ്. ബാക്കിയെല്ലാം വളരെ സീരിയസ് ആയിട്ട് ടൈം ടേബിൾ പ്രകാരം നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തു തരുന്ന ഒരാളിനെ മാത്രം അത് ഓപ്ഷനാക്കി മാറ്റിവെക്കുന്നു. അങ്ങനെ വരുമ്പം ചില നിർണായക സമയത്ത് ഭഗവാൻ നമ്മളെ ഓപ്ഷനാക്കി മാറ്റിവെക്കും. ഇത് കൃത്യമാണ്. കൃത്യമാണ് എഴുതി വെച്ചു. നമ്മുടെ ജീവിതം ഒരുപക്ഷെ നല്ല മനോഹരമായിട്ട് പോകുമായിരിക്കും. പക്ഷെ നിർണായക സമയത്ത് ഭഗവാൻ നമ്മളെ ഓപ്ഷനാക്കി മാറ്റിവെക്കും. സ്വന്തം പിതാവിനെയും മാതാവിനെയും ചിന്തിക്കാൻ പറ്റാത്ത മക്കൾക്ക് പിന്നെങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും? പിതാഗമസ്യ ജഗതോ മാതാ താതാ പിതാമഹ വേദ്യം പവിത്രമോങ്കാരം സമയേവച പറയുന്നു 10ാമത്തെ അധ്യായത്തില്. ഈ ജഗത്തിന്റെ പിതാവും മാതാവും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ പിതാവിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലെങ്കിലും ഓർമ്മിക്കാൻ കഴിയില്ല, പിതാവിനെ കുറിച്ച് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിർണായക സമയത്ത് ആ പിതാവും സെൻസ് ഒരു ഓപ്ഷണലായിട്ട് നമ്മളെ മാറ്റും. ഹരേ കൃഷ്ണ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. പലരും വരുന്നുണ്ട്, പലരും വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ അവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. രക്ഷപ്പെട്ട് ഒരു സ്റ്റീം ലെവലാവുമ്പോഴത്തേന് അവരിതെല്ലാം കളഞ്ഞിട്ട് പോയിട്ടുമുണ്ട്. വീണ്ടും വിഷമം വരുമ്പം അവർ കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ വിഷമാവസ്ഥയിലായിരിക്കും. വീണ്ടും അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പോയിട്ട് വീണ്ടും കഷ്ടപ്പെട്ടിട്ടുണ്ട്, വീണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. ഹരേ കൃഷ്ണ. ഇവരുടെ നടക്കം വരുന്നോ? അതോ എക്സർസൈസ് ചെയ്തതാണോ? യോഗ ചെയ്തതാണോ? ഹരേ കൃഷ്ണ. സന്തോഷം. ബാലമുകുന്ദാഷ്ടകം നല്ലൊരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വായിക്കാൻ പറഞ്ഞത്. ചേട്ടനാ എന്താ പറയുന്നു? ഇന്ന് പ്രസീത മാതാജി വന്നില്ലല്ലോ, എന്തു പറ്റി? ഹരേ കൃഷ്ണ. പ്രസീത മാതാജിയുടെ കാര്യം അറിയില്ല. ചോദിക്കണ്ടേ, വിളിക്കണ്ടേ? അല്ല, വിളിക്കാൻ സമയം കിട്ടണ്ട. ജോലി കഴിഞ്ഞു വന്നിട്ട് പിന്നെ നമ്മുടെ കാര്യത്തിൽ മുഴുകിപ്പോ. അതാ പറ്റിപ്പോന്നെ. ഇന്ന് പകല് വിളിച്ചിരുന്നു, പക്ഷേ പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ട് പിന്നെ വിളിക്കാൻ പറ്റില്ല. അപ്പം ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ തൊട്ട് മുമ്പായിട്ടുള്ളതല്ല. അത് ഞാൻ പണ്ട് തൊട്ടേ പറയുന്നുണ്ട്. ഫോണിൽ സംസാരിക്കുമ്പം ഭഗവാനെ കുറിച്ച് 1-2 വാക്കുകളങ്ങ് പറയണം. എന്താണ് കാര്യം? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ശനിയാഴ്ചത്തെ സമയം ക്ലാസ് ഉണ്ട്. ക്ലാസ് ഒന്നല്ല, നമുക്ക് പ്രാർത്ഥനയുണ്ട്, ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള പ്രാർത്ഥനയുണ്ട്. കാണത്തില്ലേ? ഇന്ന് ആ ഒരു കൺവെർസേഷൻ നമുക്കുണ്ടാവും.
അപ്പോൾ മറ്റുള്ളവർക്കും ഇതിന്റെ ഗുണം കിട്ടും. ഗുണം കിട്ടിയിട്ട് അതിന്റെ ഗുണം മാത്രം എടുത്തിട്ട് പിന്നെ വരാത്തവരുമുണ്ട്. സമയം എടുക്കും കാര്യങ്ങളെല്ലാം നേരെ ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ. ഇന്ന് നിസ്സാര കാര്യങ്ങളല്ല. ഹരേ കൃഷ്ണ. പിന്നെന്താ സുശീം പ്രഭു, വിശന്നോ? ഇല്ലില്ല, ഞാൻ കഴിച്ചു. വിശക്കുന്നത് നമുക്കാണല്ലേ. എന്റെ ഒരു ഇലക്ഷനുമായിട്ട് അടുപ്പിച്ച് എന്റെ ഒരു ഫ്രണ്ട് ഒരു മുസ്ലിം പയ്യനാണ്. त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सदा त्वमेव त्वमेव विद्याद्रव्यं त्वमेव त्वमेव सर्वं मम देवदेव कृष्णाय वासुदेवाय हरे परमात्मने कृष्णनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः वसुदेवसुतं देवं कंसचारूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरु कात्यायनी महामाये महायोगिनी अधीश्वरी नन्दगोपसुतं देवं वरदे नमः श्रीकृष्णं शरणं मम दासोऽहं कृष्णतमस्मि हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് 3 പ്രാവശ്യം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പം ഗീതാ ജയന്തി വരികയാണ്. 25-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ 6 മണിക്ക് ഗീതാ ജയന്തിയിൽ എത്തും. 1 മിനിറ്റ്. അപ്പം വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ കാർത്തിക പൂജ നമ്മൾ എങ്ങനെ ചെയ്തുവോ അതുപോലെ വളരെ വിപുലമായിട്ട് ആ ശ്രേഷ്ഠമായ ദിവസം, ആ ഗീതാ ജയന്തി ദിവസം 25-ാം തീയതി വെള്ളിയാഴ്ച 6 മണിക്ക് നമ്മൾ ചെയ്യും. എല്ലാവരും ഒരുമിച്ച് നമുക്കിരുന്ന് ഭഗവത്ഗീത ജപിക്കുകയും തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നതേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വിസ്മയ ഇല്ലേ അവിടെ? ഹരേ കൃഷ്ണ. നന്നു, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാന് ആ പാട്ടുകള് ഏതാ ദാമോദരാഷ്ടകം എല്ലാവർക്കും ഒന്നുകൂടി അയച്ചു തരാം. ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇന്നൂടെ അയച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്യണം. മനോഹരമായി ചെയ്യണം. അത് ഒരു വിഷ്വൽ എഫക്റ്റ്. ഓക്കെ, ഹരേ കൃഷ്ണ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ധിം